السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകർക്കായി അവതരിപ്പിച്ച, അവൻ സ്വീകരിക്കുന്ന ഒരേ ഒരു ദീനായ ഇസ്ലാമിന്, അള്ളാഹുവിൻ്റെ ദീനിന് 3 പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് ഈ ദീൻ സകല മനുഷ്യർക്കും ബാധകമാണ് എന്നത്. അവരിൽ ഒരാൾക്കും തന്നെ ഇത് എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കാൻ നിർവാഹമില്ല. അല്ലാഹുവെങ്കിൽ അവർക്കതിന് അവകാശമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. ഞാൻ നിയോഗിക്കപ്പെടുകയും എന്നിട്ട് എന്നെക്കുറിച്ച് കേൾക്കുകയും ചെയ്ത ഈ സമൂഹത്തിലെ ആരാകട്ടെ, യഹൂദിയോ നസ്രാനിയോ ആരാകട്ടെ, എന്നിട്ട് അവൻ എന്നിൽ വിശ്വസിക്കാതെ മരണപ്പെട്ടാൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകാവകാശികളുടെ കൂട്ടത്തിലായിരിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിനു ശേഷം ജനങ്ങൾ 2ആയി വേർതിരിഞ്ഞിരിക്കുന്നു. ഒന്ന് ആ നബിയിൽ വിശ്വസിച്ചവനും മറ്റൊന്ന് വിശ്വസിക്കാത്തവനും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനേതോ അതിൽ വിശ്വസിച്ചവൻ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. ഒരാൾക്കും നബിയുടെ വിധിവിലക്കുകൾ ഇസ്ലാം എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് അതെനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കാൻ അവകാശമില്ല. അതാണ് ഈ ദീനിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. 3 പ്രത്യേകതകളിൽ രണ്ടാമത്തേത് ഈ ദീൻ അന്ത്യനാൾ വരെ നിലനിൽക്കും എന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ ദീനിനെ അത് പാലിച്ചു ജീവിക്കുന്ന ഒരു ചെറിയ സംഘത്തെയെങ്കിലും ഈ ഭൂലോകത്ത് നിലനിർത്തും. അവരുമില്ലാതായി പോയാൽ ഈ ലോകം അവസാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതിയ അംറുല്ലാഹി വഹും അലാ ദാലിക്. എൻ്റെ ഉമ്മത്തിലൊരു വിഭാഗം സത്യത്തിലായിക്കൊണ്ട് നിലകൊണ്ടുകൊണ്ടേയിരിക്കും. അവരെ എതിരിട്ടവർക്കോ അവരെ കൈവിട്ടവർക്കോ അവർക്കൊരു ഉപദ്രവവും വരുത്താൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ, അന്ത്യനാളിന് തൊട്ടു മുൻപ് മുഅ്മിനുകൾ മുഴുവൻ മരിച്ചു വീഴുന്ന ഒരു കാറ്റ് അത് വന്നാൽ പിന്നെ ലോകത്ത് ഈമാനുള്ള ഒരാളും അവശേഷിക്കുകയില്ല. പിന്നീട് അന്ത്യനാൾ സംഭവിക്കും. അതുവരേക്കും ഈ ദീൻ നിലനിൽക്കും.
ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, പ്രിയമുള്ള സഹോദരങ്ങളെ, അത് പൂർണ്ണത എന്നതാണ്, കമാൽ എന്നതാണ്. ഈ ദീൻ സമ്പൂർണ്ണമാണ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ ദീൻ എല്ലാവർക്കും ബാധകമാണ്. ഇത് അന്ത്യനാൾ വരെ നിലനിൽക്കും. മൂന്നാമത്തെ പ്രത്യേകതയാണ് ഇത് സമ്പൂർണ്ണമാണ് എന്നത്. ഇതിലൊന്നും തന്നെ കൂട്ടാനോ കുറക്കാനോ ഇല്ല. മഹാനായ സഹാബി അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, തറകനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ച് ഈ ലോകത്ത് നിന്ന് നബി വിട പറഞ്ഞു പോയത് എങ്ങനെയാണെന്നറിയാമോ? അത് ആകാശത്തുകൂടി ഒരു പറവ പറക്കുന്നുണ്ട് എങ്കിൽ പോലും ഇല്ലാ ദക്കറനാ മിൻഹു ഇൽമൻ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പോലും ഒരറിവ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിട്ടേച്ച് പോയത്. അഥവാ ഏതേത് കാര്യങ്ങളുണ്ടോ അതേക്കുറിച്ചെല്ലാം ഈ ദീനിൽ നിയമങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഹാബിമാരിൽ ഒരാളോട് നബിയുടെ കാലത്തില്ലാത്ത ബാദിഖ് എന്നു പേരുള്ള ഒരു പാനീയത്തെക്കുറിച്ച് ചിലർ ചോദിക്കുകയുണ്ടായി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ ഒരു പാനീയമില്ലായിരുന്നു. ആളുകൾ ചോദിച്ചു, ഈ സഹാബിയോട് ഒരാൾ ചോദിച്ചു, എന്താണ് ബാദിഖ് എന്ന പാനീയം കഴിക്കുന്നതിൻ്റെ വിധി? അത് തെറ്റാണോ? അതല്ല, അത് കഴിക്കാമോ? അദ്ദേഹം പറഞ്ഞു, സബഖ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബാദിഖ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാദിഖിനെ കുറിച്ച് വിധി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് അങ്ങനെ ഒരു പാനീയമില്ല. പക്ഷേ ഈ സഹാബി പറയുകയാണ്, നബി അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണത്? കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ് എന്ന്. ആ പാനീയം ലഹരി ഉണ്ടാക്കുന്നതാണോ എങ്കിൽ അത് പാടില്ല. അത് ലഹരി ഉണ്ടാക്കുന്നതല്ലേ, അത് അനുവദനീയമാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാത്ത ഏത് ഖൈറാണ് ഇനി നമുക്കൊരാൾ വന്ന് പഠിപ്പിച്ചു തരാനുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടില്ലാത്ത ഏതു തിന്മയാണ് ഇനി നമുക്കാരെങ്കിലും വന്ന് താക്കീത് നൽകേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുൻപേ നിയോഗിക്കപ്പെട്ട മുഴുവൻ നബിമാരും അവർക്ക് അറിയാവുന്ന ഖൈറിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. അവർക്ക് അല്ലാഹു താക്കീത് നൽകിയിട്ടുള്ള തിന്മയിൽ നിന്ന് ജനങ്ങളെ എനിക്ക് കഴിഞ്ഞ മുഴുവൻ നബിമാരും താക്കീത് നൽകിയിട്ടുണ്ട്. അല്ലാഹു നിയോഗിച്ച ഓരോ നബിമാരും അങ്ങനെയാണ് ചെയ്യുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹുവിൻ്റെ റസൂലിനെ ആദരിക്കുന്ന, നബിയെ സ്നേഹിക്കുന്ന മുസ്ലിമേ, നീ പറയുക, നീ ഒന്ന് ആലോചിച്ചു നോക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ഖൈറോ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേടാൻ സാധിക്കാത്ത, അവിടുന്ന് നിന്നേക്കാൾ മുൻപേ കാലെടുത്തു വെച്ചിട്ടില്ലാത്ത ഒരു നന്മയോ അതെങ്ങനെ ഉണ്ടാകാനാണ്? അതെങ്ങനെ ശരിയാകും? അള്ളാഹുവിങ്കൽ അടുക്കാനുള്ള ഒരു പ്രവർത്തനം, അള്ളാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലായിരുന്നു, അവിടുന്ന് അത് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് നബിയെ കവച്ചു വെച്ച് നിനക്കത് ചെയ്യാൻ സാധിക്കുക? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കർമ്മങ്ങളുടെ ഏടുകളിൽ മലായികത്ത് എഴുതിയിട്ടില്ലാത്ത, സഹാബത്തിൻ്റെ നന്മകളുടെ ഏടുകളിൽ അള്ളാഹുവിൻ്റെ മലായികത്ത് എഴുതിയിട്ടില്ലാത്ത ഒരു നന്മ നിന്റെ നന്മകളുടെ ഏടുകിൽ ഒരു മലക്ക് എഴുതുമെന്നോ? ഇതെങ്ങനെ ശരിയാകും? ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉന്നതമായ, ഏറ്റവും ഉന്നതമായ പദവിയാണ് അള്ളാഹുവിങ്കലുള്ളത്, സകല നബിമാരെക്കാളും. എന്താണ് അതിനുള്ള കാരണങ്ങൾ? അതിനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ, നബിയെപ്പോലെ അനുയായികളുള്ള മറ്റൊരു നബിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ മുൻകഴിഞ്ഞ നബിമാരെയും അവരുടെ ഉമ്മത്തിനെയും എല്ലാം കാണിച്ചു കൊടുക്കുകയുണ്ടായി. ആ നബിമാരുടെ കൂട്ടത്തിൽ അനുയായികൾ വളരെ കുറച്ചുള്ള നബിമാരുണ്ട്, ഒരാൾ മാത്രം കൂടെയുള്ള നബിയുണ്ട്. സുബ്ഹാനല്ലാഹ്, മറ്റൊരു നബിയെ അള്ളാഹു നമ്മുടെ റസൂലിന് കാണിച്ചു കൊടുക്കുകയുണ്ടായി.
ഒരാളും കൂടെ ഇല്ലായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാലോചിച്ചു നോക്കൂ, തൻ്റെ ഉമ്മത്തിൽ ദഅവത്തുമായി അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ടൊരു നബി കഴിച്ചു കൂട്ടുക, ഒരു മനുഷ്യൻ പോലും ആ ദഅവത്ത് സ്വീകരിക്കാതിരിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ വലിയൊരു ഉമ്മത്ത് കാണിക്കപ്പെട്ടു. നബി വിചാരിച്ചു അത് എൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് മൂസാ നബിയും അവിടുത്തെ ഉമ്മത്തുമാണ്. എന്നിട്ടതാ ചക്രവാളങ്ങൾ മൂടുന്ന ഒരു വലിയ ഉമ്മത്തിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കപ്പെട്ടു. അതാണ് നബിയുടെ ഉമ്മത്ത്, അഥവാ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഉമ്മത്തുകളെക്കാളും ശ്രേഷ്ഠർ. നോക്കൂ, നമ്മുടെ നബിയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും അനുയായികളുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്ന്. അവരുടെ മുഴുവൻ ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോ മുസ്ലിമിൻ്റെയും ഓരോ നന്മകളുടെയും പ്രതിഫലം അതിലൊട്ടും കുറയാതെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണത്? നബി പഠിപ്പിച്ചു തരാത്ത ഒരു നന്മയുമില്ല. അതുപോലെയാണ് നബിയുടെ സഹാബിമാരുടെ പ്രത്യേകത. അവർ വഴിക്കാണ് ഖുർആനും സുന്നത്തും നമുക്ക് വന്നു കിട്ടിയത്. അതുകൊണ്ട് അവരിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട വിജ്ഞാനം പിന്നീട് അനുസരിക്കുന്നവരുടെ പ്രതിഫലം പിന്നീട് ചെയ്യുന്നവരുടേത് ഒട്ടും കുറയാതെ സഹാബിമാർക്ക് ലഭിക്കും. എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ, അവരുടെ ഏടിലില്ലാത്ത നന്മ നമ്മുടെ ഏടിൽ മാത്രം വരുന്ന ഒരു നന്മ അതെങ്ങനെ ഉണ്ടാകാനാണ്? അതെങ്ങനെ ശരിയാകാനാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതാ പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിലെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അള്ളാഹു പറയുകയാണ് ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ടു എന്ന്. എങ്കിൽ പ്രിയമുള്ളവരെ, ഇതാ ആളുകൾ ആഘോഷവും ആചാരങ്ങളും ആരംഭിച്ചിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ്, നബിയുടെ ജന്മദിനം പൂർത്തീകരിക്കപ്പെട്ട ഈ ദീനിൽ ഉണ്ടോ ഇല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് ഇറങ്ങുന്നതിന് സഹാബത്ത് സാക്ഷിയായിരുന്നു. അറഫ ദിനത്തിൽ വെള്ളിയാഴ്ച ദിവസമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് മഹാനായ സഹാബി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആയത്തിൻ്റെ പ്രത്യേകത അറിയുമോ? ഒരു യഹൂദി വന്ന് ഉമറിനോട് പറയുകയാണ്, ആയത്തുൻ ഫി കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. ഇതാ നിങ്ങളുടെ കിതാബിൽ ഒരു ആയത്തുണ്ട്, ഞങ്ങൾ യഹൂദ സമുദായത്തിനായിരുന്നു അത് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ, ആ ദിവസം ഞങ്ങൾ ഒരു ഈദാക്കി, വർഷാവർഷം ആഘോഷിക്കുന്ന ഒരു ദിവസമാക്കി കൊണ്ടാടിയേനെ. ഈദ് എന്നാൽ എന്താണ്? തിരിച്ചു വരുന്ന ഒരു പ്രത്യേക ഇടവേളയിൽ തിരിച്ചു വരുന്ന ആഘോഷം, പ്രത്യേക ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ആചാരം, അല്ലെങ്കിൽ പ്രത്യേക ഇടവേളകളിൽ ആളുകൾ ചെന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, ഇതിനെല്ലാം ഈദ് എന്ന് പറയും. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, അയ്യു ആയ, ഏതായത്താണ്? യഹൂദ് പറയുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്തിൻ്റെ ഭാഗമായ ഈ വാചകങ്ങൾ യഹൂദി പറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ആയത്ത് എവിടെയാണ് അവതരിപ്പിക്കപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നപ്പോഴാണ് ആ ആയത്ത് ഇറങ്ങിയത് എന്നെല്ലാം എനിക്കറിയാം. അത് അറഫ ദിനത്തിലായിരുന്നു. നബിയുടെ ഹജ്ജിൻ്റെ വർഷം വെള്ളിയാഴ്ച ദിവസം, രണ്ടു നിലക്കും ആ ദിവസങ്ങൾ നമുക്ക് ഈദ് തന്നെയാണ്. വർഷാവർഷം അതാ അറഫ ദിനത്തിൽ നാം നോമ്പെടുക്കുന്നു, അതാവർത്തിക്കപ്പെടുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അത് ഈദാണ്. വെള്ളിയാഴ്ചയാകട്ടെ അത് ആഴ്ചയിലെ ഈദാണ്. പ്രത്യേകം നമ്മൾ ആ ഒരു ഇടവേള വെച്ച് പ്രത്യേകം കർമ്മങ്ങൾ ചെയ്യുന്ന, മസ്ജിദുകളിൽ ഒരുമിച്ച് ചേരുന്ന ദിനം. അതുകൊണ്ട് ഇനിയൊന്നും ആ ദിവസത്തേക്ക് വേണ്ടി, ആ ആയത്തിറങ്ങിയ ദിവസത്തേക്ക് മുസ്ലിമീങ്ങൾക്ക് ചെയ്യാനില്ല. പ്രിയമുള്ളവരെ, ഇത്രയും പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള ആയത്താണിത്. അത് ചോദിച്ച യഹൂദി പിന്നീട് ഇസ്ലാം സ്വീകരിച്ച കഅബുൽ അഹ്ബാർ ആയിരുന്നുവെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് കാണാം. പ്രിയ സഹോദരങ്ങളെ,
അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഉണ്ടായിരുന്നോ ഇല്ലേ? ഉണ്ടായിരുന്നു എന്ന് ആർക്കാണ് തെളിയിക്കാൻ സാധിക്കുക? അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകളിൽ എവിടെയെങ്കിലും ഒരു പരാമർശം, അള്ളാഹുവിൻ്റെ കിതാബിൽ എവിടെയെങ്കിലും ഒരു പരാമർശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്ന നബിയുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയ എത്ര ഗ്രന്ഥങ്ങളുണ്ട്. പതിനായിരക്കണക്കിന് ഹദീസുകൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നമുക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനത്തിൻ്റെ ശ്രേഷ്ഠത പറയുകയോ ആ ദിനത്തിൽ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ പഠിപ്പിക്കുകയോ എന്തെങ്കിലും ഒരു ദിക്ർ അധികമായി ചൊല്ലാൻ പറയുകയോ അതിന് പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ പ്രേരണ നൽകുകയെങ്കിലുമോ ചെയ്തിട്ടുണ്ടോ? എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? പ്രിയമുള്ളവരെ, പഠിക്കുക, മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിലില്ലാത്ത ഒരു ആചാരം ഒരാൾ ആചരിക്കുകയാണ് എങ്കിൽ രണ്ടാലൊരു കാര്യം അവൻ പറയേണ്ടി വരും. രണ്ടും ഒരു മുസ്ലിമിന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഒന്നുകിൽ അവൻ പറയണം ഈ ദീൻ പൂർത്തിയായിട്ടില്ല എന്ന്, അള്ളാഹുവിൻ്റെ ദീൻ പൂർത്തിയായിട്ടില്ല. അത് പൂർത്തീകരിക്കാൻ പിൽക്കാലത്ത് ചില ആളുകൾ വേണ്ടി വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യാൽ അള്ളാഹു നടപ്പിലാക്കിയിട്ടില്ലാത്ത പൂർത്തീകരണം സഹാബത്ത് ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, തബഉ താബിഈങ്ങൾ ചെയ്തിട്ടില്ല, മദ്ഹബിൻ്റെ ഇമാമുമാർക്കറിയില്ല. പിന്നീട് ഈജിപ്തിൽ ഭരണത്തിൽ വന്ന ഉബൈദിയാക്കൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം പടപ്പുകൾക്ക് മാത്രമാണത്ര ഇത് മനസ്സിലായത്. അവരെയാണോ അള്ളാഹു അവൻ്റെ ദീൻ പൂർത്തീകരിക്കാൻ നിയോഗിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാം വശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചതാണ് ഇസ്ലാം. നബിക്ക് അള്ളാഹു വഹീ നൽകിയതാണ് ഈ ദീൻ എന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. എന്തേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ എണ്ണത്തിൽ പണ്ഡിതന്മാർ എണ്ണുക പോലും ചെയ്തിട്ടില്ലാത്ത ഉബൈദികളെന്ന ബാത്തിനി ഷിയാക്കൾ അവർക്ക് എങ്ങനെ ഈ ആചാരം ഇസ്ലാമിൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഈ ആചാരം കിട്ടി? നിങ്ങളറിയുമോ? ഈ ആളുകൾ തന്നെ വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അംഗീകരിക്കുന്ന സുയൂത്തി റഹിമഹുല്ലാ, അദ്ദേഹം ഇസ്ലാമിലെ രാജാക്കന്മാരുടെ ചരിത്രം എഴുതിയപ്പോൾ, മുലൂക്കുകളുടെ ചരിത്രം എഴുതിയപ്പോൾ ആ കിതാബിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുകയാണ്, ഈ കിതാബിൽ ഞാൻ മിസ്ർ ഭരിച്ച ഈജിപ്തിൻ്റെ ഭരണം കൈയാളിയിരുന്ന ഉബൈദിയാക്കളുടെ ചരിത്രം ഞാൻ പറയുകയില്ല, ആ രാജാക്കന്മാരുടെ ചരിത്രം ഞാൻ പറയുകയില്ല. എന്തുകൊണ്ടാണ്? അവരെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ സാധിക്കുകയില്ല. സുയൂത്തി പറയുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. കാരണം നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ മുഴുവൻ അട്ടിമറിച്ച വ്യഭിചാരം പോലെയുള്ള തിന്മകൾ ദീനിൽ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് വാദിച്ച് തങ്ങളുടെ രാജ്യത്ത് അതിനൊക്കെ അനുവാദം നൽകിയ, നിസ്കാരവും നോമ്പും സക്കാത്തും പോലുള്ള ഇസ്ലാമിൻ്റെ അർക്കാൻ, ഇസ്ലാമിൻ്റെ അവിഭാജ്യ ഘടകങ്ങളെ തള്ളിക്കളഞ്ഞ, അങ്ങേയറ്റം വഴിപിഴച്ച, ഇസ്ലാം പുറത്തേക്ക് പ്രകടിപ്പിക്കുക മാത്രം ചെയ്ത, ഉള്ളിൽ ഇസ്ലാമിൻ്റെ ഒരു തരിമ്പുമില്ലാത്ത ഉബൈദികൾ ആണ് ചരിത്രത്തിൽ ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചത്. പിന്നീട് പിൽക്കാലത്ത് മുദഫർ രാജാവിൻ്റെ കാലത്ത് അത് വ്യാപകമായി. എൻ്റെ പ്രിയമുള്ളവരെ, മുൻഗാമികളുടെ പാരമ്പര്യം ഇതിൽ കാണാൻ കഴിയാത്തത്. ഇത്രയും കൊട്ടിപ്പാടുന്ന പ്രതിഫലം ലഭിക്കുന്ന ഈ കാര്യം എൻ്റെ നബിക്കും സഹാബത്തിനും താബിഈങ്ങൾക്കും ഒന്നാകെ കിട്ടാതെ പോയത്? ഇത്രയും പിഴച്ചവരെന്ന് മുസ്ലിം പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ആളുകളിൽ നിന്ന് തുടക്കം കൊണ്ടത്. എന്നിട്ട് അതിൻ്റെ പേരിലാണോ നബിയോടുള്ള സ്നേഹം ചില ആളുകൾ അവകാശപ്പെടുന്നത്? അത് ചെയ്യാത്തതിൻ്റെ പേരിലാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവർ എന്ന് മറ്റുള്ളവരെ ഈ ആളുകൾ ആക്ഷേപിക്കുന്നത്? എന്തൊരു പരിതാപകരമായ, സങ്കടകരമായ, പ്രയാസകരമായ അവസ്ഥയാണ്. നോക്കൂ, ആളുകളുടെ ജഹലും അവരുടെ വിവരക്കേടും അജ്ഞതയും അവരെ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ അക്രമവും എത്രമാത്രം ഗുരുതരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാ ഈ കാലത്ത് പല നാടുകളിലും ഒരുപാട് ആളുകൾ ആഘോഷിക്കുന്ന ഈ ആഘോഷം
നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പാഠം അത് ബിദ്അത്താണ് എന്നതിൻ്റെ കൂടെ നമുക്ക് നൽകുന്ന പാഠമാണ്. എത്ര പേർ ലോകത്തെത്ര പേർ ഒരു കാര്യം ചെയ്യുന്നത് നീ കണ്ടാലും അത് ചെയ്യുന്ന ആളുകളുടെ ആധിക്യം നിന്നെ വഞ്ചിച്ച് കളയരുത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വഇൻ തുതിഅ അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ്, നീ ഭൂമിയിലെ ഭൂരിപക്ഷം പേരനുസരിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ നിന്നെ വഴിതെറ്റിച്ചു കളയും. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു ഖുൽ ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, ഒരിക്കലും നന്മയും തിന്മയും വിശിഷ്ടമായതും മ്ലേച്ഛമായതും ഒരുപോലെ ആവുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, മോശമായതിൻ്റെ ആധിക്യം അത് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവരൊക്കെ ചെയ്യുന്നു എങ്കിൽ ഞാനും ചെയ്യും, അവർക്ക് കിട്ടാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയാൻ വരെ, എന്ന് വിളിച്ചു പറയാൻ വരെ ഇസ്ലാമിൻ്റെ പേരിൽ ചേർത്തി പറയപ്പെടുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ നാവിന് ധൈര്യം വന്നത്? എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അത് പറയാൻ സാധിക്കുക? ആരുടെ സ്ഥിതി പരലോകത്ത് എന്താകട്ടെ, എൻ്റെ സ്ഥിതി എന്താകും എന്നല്ലേ ഓരോ മുസ്ലിമും ചിന്തിക്കേണ്ടത്. ആ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, എനിക്ക് എൻ്റെ കാര്യം എന്താകും എന്നല്ലേ ഓരോ മുസ്ലിമും പറയേണ്ടത്. ഏതൊരാളും ഖബറിലേക്ക് അവൻ ഖബറടക്കപ്പെട്ടാൽ അവനോട് ചോദിക്കുക അവൻ്റെ കാര്യമാണ്. മൻ റബ്ബുക്ക്, നിന്റെ റബ്ബ് ആരാണ്, നിന്റെ ദീൻ ഏതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ച് ഇതാരായിരുന്നു എന്ന് അവനോടാണ് ചോദിക്കുക. അവൻ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ പാലിച്ചത് എന്നതിനെക്കുറിച്ചാണ് ചോദ്യം. അല്ലേ, പരലോകത്ത് അള്ളാഹുവിൻ്റെ നബിമാർ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. നഫ്സി നഫ്സി എന്ന്, എൻ്റെ കാര്യം എന്താകും, എൻ്റെ കാര്യം എന്താകുമെന്ന് സുബ്ഹാനല്ലാഹ് അള്ളാഹുവിൻ്റെ നബിമാർ പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇതാ എൻ്റെ റബ്ബ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കോപം കോപിച്ചിട്ടില്ല, അതുകൊണ്ട് ജനങ്ങളെ ശുപാർശക്കെടുക്കണേ എന്ന്, ജനങ്ങളെ വിചാരണക്കെടുക്കണേ എന്ന് റബ്ബിനോട് ശുപാർശ പറയാൻ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് ആരാണ്? നീ നിന്റെ നേതാവായി പറയുന്ന ഏതെങ്കിലും തങ്ങളോ ഏതെങ്കിലും നേതാവോ അല്ല. ആദം നബി അലൈഹിസ്സലാമാണ്, നൂഹ് നബിയാണ്, ഇബ്രാഹിം നബിയും മൂസാ നബിയും ഈസാ നബിയും ഒക്കെയാണ് അലൈഹിമുസ്സലാം. എന്നിട്ട് നീ വിളിച്ചു പറയുകയാണോ ഇന്ന എൻ്റെ നേതാക്കന്മാരൊന്നും അവർക്കൊന്നും കിട്ടാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന്? എന്തു വിചാരിച്ചിരിക്കുന്നു പരലോകത്തെക്കുറിച്ച്? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അല്ലാഹുവിനൊരു ഗാംഭീര്യവും നിങ്ങൾ കാണുന്നില്ലേ? വമദന്നുക്കും ബിറബ്ബിൽ ആലമീൻ, സർവ്വലോകരുടെയും റബ്ബായ അള്ളാഹുവിനെ കുറിച്ച് എന്തു വിചാരിച്ചിരിക്കുന്നു നീ? എന്താണ് പരലോകത്തെക്കുറിച്ച് വിശ്വസിക്കുന്നത്? നിനക്ക് കളി പറയാനും നിനക്ക് തോന്നിയത് വിളിച്ചു പറയാനും ഉള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളും അടിസ്ഥാന വിശ്വാസങ്ങളും എന്നാണോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സ്തുതിക്കുക. തൗഹീദും സുന്നത്തും നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ ശിർക്കിനെ ബിദ്അത്തിനെ അതിനങ്ങേയറ്റം സൂക്ഷിക്കുക, അത് സാധിക്കുന്ന രൂപത്തിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഈ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഉന്നതമായ ജിഹാദാണത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളിലൊന്നാണത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന ഖൈറായ കാര്യങ്ങൾ പ്രവർത്തിക്കാനും അവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് ദീനിലില്ലാത്ത മൗലിദാഘോഷം പോലെയുള്ള പുത്തനാചാരങ്ങൾ കൊണ്ടു നടക്കാനോ അതിനോട് അനുഭാവം വെച്ചു പുലർത്താനോ അതൊക്കെ നടന്നോട്ടെ എന്ന് വിചാരിക്കാനോ നിർവാഹമില്ല. നോക്കൂ, അവൻ അറിഞ്ഞോ അറിയാതെയോ മൗലിദാഘോഷിക്കുന്നവൻ, അതുപോലുള്ള ബിദ്അത്ത് കൊണ്ടു നടക്കുന്നവൻ, അവൻ പറയേണ്ടി വരും എന്ത്? ഒന്നുകിൽ ഈ ദീൻ പൂർണ്ണമല്ല, അല്ലെങ്കിൽ ഈ ദീൻ പൂർണ്ണമായിരുന്നു, പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവനായി നമുക്ക് എത്തിച്ചു തന്നില്ല എന്ന്, മുഴുവനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു തന്നില്ല എന്നവൻ പറയേണ്ടി വരും. അത് നന്മയായിരുന്നുവെങ്കിൽ. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം കൂഫയിലെ മസ്ജിദിൽ ചില ആളുകൾ വട്ടമിട്ടിരുന്ന് ഒരാൾ അവരോട് പറയുന്നു, ഹല്ലിലു മിഅ, നിങ്ങൾ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക.
അപ്പോൾ അവർ കല്ലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. പിന്നെ അയാൾ പറയുന്നു കബ്ബിറൂ മിഅ, 100 തവണ നിങ്ങൾ തക്ബീർ എന്ന് പറയുക. കല്ലുകൊണ്ട് എണ്ണം പിടിച്ചവർ തക്ബീറുകൾ ചൊല്ലുന്നു. സബ്ബിഹൂ മിഅ, 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറയുക എന്നൊരാൾ പറയുകയാണ്. കല്ലുകൊണ്ട് എണ്ണം പിടിച്ചവർ 100 തവണ ദിക്ർ ചൊല്ലുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയാണ് ഇരിക്കുന്നത്? മസ്ജിദിലാണ്. മസ്ജിദിലാണ്. എന്താണ് ചൊല്ലുന്നത്? ശ്രേഷ്ഠമായ 4 കലിമത്തുകളിൽപ്പെട്ട കലിമത്തുകളാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതിനോളം ശ്രേഷ്ഠമായ കലിമത്ത് മറ്റൊന്നില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളാണിവ. അല്ല, ഇത് ഖുർആനിലുള്ളത് തന്നെയാണ്. നോക്കൂ, അത് സൂര്യൻ എന്തിൻ്റെയൊക്കെ മുകളിൽ ഉദിച്ചിട്ടുണ്ട്, അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമാണ്. പക്ഷേ അവരാ ചൊല്ലുന്ന രീതി ഈ രൂപത്തിൽ ഒരാൾ ചൊല്ലാൻ പറയുക, കല്ലുകൊണ്ട് മറ്റുള്ളവർ എണ്ണം പിടിച്ചേറ്റു ചൊല്ലുക, ഈ രൂപത്തിലൊരു സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലായിരുന്നു. സഹാബിമാരിലെ ഏറെ അറിവിന്, ഖുർആനിലുള്ള വിജ്ഞാനത്തിന് അറിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, നബിയുടെ പോക്കും വരവും, നബിയുടെ രീതിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീര ചലനങ്ങളുമെല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇബ്നു ഉമ്മി അബ്ദ് എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ നോക്കിയാൽ മതി എന്നാണ് സഹാബിമാർ, മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൻ്റെ പെരുമാറ്റം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രൂപത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ, അതുപോലെ ഈ സഹാബിക്ക് കിട്ടിയിരുന്നു. കാരണം അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലാസിമായി നബിയുടെ കൂടെ കഴിഞ്ഞ സഹാബിയായിരുന്നു ഇബ്നു മസ്ഊദ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുന്ന് ഒളിച്ചിരുന്ന്, ഖുറൈശികളിൽ നിന്ന് മറഞ്ഞിരുന്ന് ജനങ്ങൾക്ക് ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ അവരിൽ എണ്ണം പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഇബ്നു മസ്ഊദ് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ ഒരു പാമ്പ് അവരുടെ നേരെ വന്നു വീണ പഴയകാല സംഭവം വരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ആ മഹാനായ സഹാബി അവിടേക്ക് കയറി വന്ന് അവരോട് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, അവരോട് പറയുകയാണ്, മാ അസ്റഅ ഹലകതികും യാ ഉമ്മത മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, എത്ര വേഗമാണ് നിങ്ങൾ നശിച്ചു പോയത്. ഹൗലാഇ സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, ഇതാ നിങ്ങളുടെ നബിയുടെ സഹാബിമാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവർ മരിച്ചു തീർന്നിട്ടില്ല. വാനിയതുഹു ലം തുക്സർ, നബി ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. വസിയാബുഹു ലം തബ്ല, നബി ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ട് പോലുമില്ല. അത്രയും കാലമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടായിട്ടുള്ളൂ. ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അം മുഫ്തതിഹു ബാബ ളലാല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വഴിയിലാണോ, ഏതൊരു മാർഗത്തിലാണോ ജീവിച്ചത്, അതിനേക്കാൾ നല്ല മാർഗത്തിലാണോ നിങ്ങൾ? അതല്ല, നിങ്ങൾ ദലാലത്തിൻ്റെ വഴികേടിൻ്റെ വാതിൽ തുറക്കുകയാണോ? അവർ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ ഖൈർ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇബ്നു മസ്ഊദ് പറഞ്ഞു, വകം മിൻ മുരീദിൻ ലിൽ ഖൈർ ലൻ യുസീബ, ഖൈർ ഉദ്ദേശിക്കുന്നു, നല്ലതല്ലേ, ഞങ്ങളുടെ ഉദ്ദേശം നല്ലതല്ലേ, കൂലി കിട്ടാനല്ലേ എന്നിങ്ങനെ വിചാരിക്കുന്ന, കരുതുന്ന എത്ര ആളുകളുണ്ട്. അവനത് കിട്ടാൻ പോകുന്നില്ല. കാരണം ഈ ദീൻ അത് കേവലം നിന്റെ ഉദ്ദേശം മാത്രം നന്നാക്കാൻ വന്ന ദീനല്ല. നിന്റെ നീയത്ത് നന്നാകണമെന്നതുപോലെ നിന്റെ പ്രവർത്തനവും നേരായിരിക്കണം. അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നീ പ്രവർത്തിക്കേണ്ടത് എന്നതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചാണ് നീ പ്രവർത്തിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ആളുകൾക്ക് തോന്നുന്നതുപോലെ അവർക്ക് ദീനിൽ പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കാമെന്നാണ് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ അനവധി തവണ അവിടുത്തെ ജീവിതത്തിൽ ബിദ്അത്തുകളെ കുറിച്ച് താക്കീത് നൽകിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗങ്ങൾ തുടങ്ങാറുണ്ടായിരുന്നത് ബിദ്അത്തുകളെ കുറിച്ച് താക്കീത് നൽകിയിട്ടായിരുന്നു. അലാ ഫഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. നബിയുടെ അവസാനത്തെ വസിയ്യത്തുകളിൽ ഒന്നാണ് എന്ന് സഹാബികളിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ആ പ്രസംഗത്തിൽ നമുക്ക് കാണാം, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, അതെല്ലാം ബിദ്അത്താണ്, അതെല്ലാം ദലാലത്താണ്.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ വഴികേടാണ് എന്ന്. ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. അല്ലാഹു ഓരോ ബിദ്അത്തുകാരന്റെയും തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു, അവനവന്റെ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നതുവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ പരലോകത്ത് നബിയുടെ ഹൗദിനരികിൽ അതാ അതിൻ്റെ നീളവും വീതിയും 1 മാസത്തെ വഴി ദൂരമുണ്ട്. അതിൻ്റെ നിറം മഞ്ഞിനേക്കാൾ വെളുത്തതാണ്. അതിൻ്റെ രുചി അത് പാലും തേനും കലർത്തിയാൽ എത്ര മധുരമുണ്ടോ അതിനേക്കാൾ മധുരമുള്ളതാണ്. അതിൽ നിന്ന് കോരാനുള്ള കോപ്പകൾ നക്ഷത്രങ്ങൾ കണക്കെ ഭംഗിയും നക്ഷത്രങ്ങളുടെ എണ്ണവും അതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്, അതിൽ നിന്നൊരു കോരൽ ഒരാൾ കുടിച്ചാൽ അവൻ ഒരിക്കലും പിന്നെ ദാഹിക്കുകയില്ല, അവൻ്റെ മുഖം പിന്നീട് കറുത്തു പോവുകയില്ല, അവൻ പിന്നെ ദൗർഭാഗ്യമടയുകയില്ല, അതിൽ നിന്ന് അകറ്റപ്പെടും. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, ഫസുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഈ ദീൻ മാറ്റിമറിച്ചവൻ വിദൂരം വിദൂരം പോകട്ടെ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്ന്. എന്തിനാണ് നബി ഈ താക്കീതുകൾ പറഞ്ഞത്? നിങ്ങൾ ഈ പറയുന്ന വാദമനുസരിച്ച് ഹേയ് നബിയെ സ്നേഹിച്ചിട്ടല്ലേ, അത് നബി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സഹാബിമാർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എങ്കിൽ ഏത് ബിദ്അത്താണ് പിന്നെ ആർക്കാണ് ഉണ്ടാക്കിക്കൂടാത്തത്? ബിദ്അത്ത് എന്ന ഈ പദത്തിനെന്തു പ്രസക്തി? നബിയുടെ ഈ താക്കീതുകൾക്ക്, നബിയുടെ മുന്നറിയിപ്പുകൾക്ക് പിന്നെ എന്തു പ്രസക്തി? ഒന്ന് പറയൂ, നിങ്ങൾ ആർക്കാണ് നബിയോട് സ്നേഹം? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി നബിയെ ഇത്തിബാ ചെയ്ത് നബി പറഞ്ഞിടത്ത് നബി പ്രവർത്തിച്ചിടത്ത് അവസാനിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നവർക്കോ, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നബിയുടെ ബിദ്അത്തുകളെ കുറിച്ചുള്ള താക്കീതുകൾ അവിടെ നിൽക്കട്ടെ, ബിദ്അത്ത് ശിർക്ക്, ശിർക്ക് ബിദ്അത്ത് ഇതേ നിങ്ങൾക്ക് പറയാനുള്ളൂ, ജനങ്ങളെ നല്ലത് ചെയ്യാൻ അനുവദിക്കുകയില്ലേ എന്ന് പറയുന്നവർക്കോ അല്ലാഹു എന്താണ് ഖുർആനിൽ പറഞ്ഞത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയൂ നബിയെ, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ, യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ എങ്കിൽ പൊറുത്തു തരും, വല്ലാഹു ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. നബിയെ ഇത്തിബാ ചെയ്യൂ, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹുവിനെ നീ സ്നേഹിക്കുന്നുണ്ടോ, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യൂ. അല്ലാഹു പറയുകയാണ്, ഇത്തിബാ പിൻപറ്റുക എന്നാൽ എന്താണ്? ഫത്തബിഊനി എന്ന് പറയാൻ നബിയോട് കൽപ്പിക്കുകയാണ് അല്ലാഹു, എന്നെ പിൻപറ്റൂ. എന്താണ്? ബുദ്ധിയുള്ളവരെ പറയൂ, ഇത്തിബാ എന്നാൽ, പിൻപറ്റുക എന്നാൽ ചെയ്യാത്തത് ചെയ്യലാണോ, മറികടക്കലാണോ, ധിക്കരിക്കലാണോ, അതല്ല അനുസരിക്കലാണോ? അനുസരിക്കലും പിൻപറ്റലുമാണോ? പറയൂ നിങ്ങൾ. നല്ല ഉദ്ദേശമാണെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയതൊന്നും കാര്യമുണ്ടോ? അല്ലാഹു ഖുർആനിൽ അതാ നസ്രാനികളെ കുറിച്ച് പറയുകയുണ്ടായി, വറഹ്ബാനിയതൻ ഇബ്തദഊഹാ മാ കതബ്നാഹാ അലൈഹിം ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ലാഹ് ഫമാ റഅഊഹാ ഹഖ്ഖ റിആയതിഹാ. നസ്രാനികളിൽ, ക്രൈസ്തവരിൽ ഒരു വിഭാഗം അവർ റഹ്ബാനിയത്ത് അവർ ആചരിച്ചു. എന്താണ് റഹ്ബാനിയ? വിവാഹബന്ധം ഉപേക്ഷിക്കുക, ബ്രഹ്മചര്യം സ്വീകരിക്കുക. അള്ളാഹു ഖുർആനിൽ പറയുകയാണ് എന്ത്? അവർ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ലാഹ്, എന്നാൽ റബ്ബ് അത് സ്വീകരിക്കുമോ? ഇല്ല. അവൻ പറയുകയാണ്, മാ കതബ്നാഹാ അലൈഹിം, നാം അവർക്കത് നിശ്ചയിച്ചിട്ടില്ലായിരുന്നു. അവരവരുടെ വക പുതുതായി ഉണ്ടാക്കിയ ആചാരം അള്ളാഹുവിന് വേണ്ടി വിവാഹബന്ധം തന്നെ ഉപേക്ഷിക്കുക, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതിനില്ല. നബിയുടെ മാതൃകയില്ലാത്ത ദീൻ ഉണ്ടാക്കാൻ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, പറയൂ, ആരാണ് ദീൻ നിശ്ചയിക്കേണ്ടത്? ദീൻ നിശ്ചയിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? അള്ളാഹുവിനല്ലാതെ. റബ്ബ് ഖുർആനിൽ പറയുകയാണ്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅദം ബിഹില്ലാഹ്. അള്ളാഹു അനുവാദം നൽകാത്ത ദീൻ, മതനിയമം അവർക്കുണ്ടാക്കി കൊടുക്കാനുള്ള പങ്കാളികളുണ്ടോ അവർക്ക്? ആരാണ് അള്ളാഹുവിന് പുറമെ അവൻ്റെ ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കാൻ മറ്റാർക്കാണ് അവകാശമുള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അംഗീകാരമില്ലാത്ത, അള്ളാഹു അംഗീകരിക്കാത്ത ഒരു കാര്യം ഈ ദീനിൻ്റെ പേരിൽ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദീനിനെ കുറിച്ച് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹി വന്നിട്ടാണ് അതേക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൻ്റെ വഹി അനുസരിച്ചാണ് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്കിൽ പിന്നെ പിൽക്കാലത്ത് വന്ന ആർക്കാണ് ദീനിലില്ലാത്ത പുത്തനാചാരങ്ങൾ ഉണ്ടാക്കാൻ അവകാശമുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബിദ്അത്തുകളുടെ ഗൗരവം മനസ്സിലാക്കുക, അതിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുക. ഈ കാര്യങ്ങൾ അങ്ങേയറ്റത്തെ നസീഹത്തോടെ ഗുണകാംക്ഷയോടെ സാധിക്കുന്ന വഴികൾ ഉപയോഗിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. അതിലൊരിക്കലും നിങ്ങൾ മടി കാണിക്കരുത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുന്ന പോരാട്ടമാണത് എന്ന് മനസ്സിലാക്കുക. ബിദ്അത്തിന്റെ കക്ഷികൾ ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ അവരുടെ അധ്വാനവും സമ്പത്തും സമയവുമെല്ലാം ചെലവഴിക്കുന്നുവെങ്കിൽ സുന്നത്തിൻ്റെ ആളുകളെ, സുന്നത്ത് മനസ്സിലാക്കിയവരെ, ബിദ്അത്തുകളുടെ അപകടം തിരിച്ചറിഞ്ഞവരെ, അത് പ്രചരിപ്പിക്കാൻ അധ്വാനം ഉണ്ടാകട്ടെ. അത് പ്രചരിപ്പിക്കാൻ സ്വശരീരവും സമ്പത്തും സമയവും എല്ലാം ചെലവഴിക്കൂ. അത് മുൻഗാമികളുടെ മാർഗമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്, സഹാബത്തിൻ്റെ വഴിയാണ്. അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ ബിദ്അത്തുകളെ എതിർക്കാൻ അവരുടെ ജീവൻ കൊടുത്തിട്ടുണ്ട്, അവരുടെ ജീവൻ അതിനുവേണ്ടി ത്യജിച്ചിട്ടുണ്ട്, അവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ സുബ്ഹാനല്ലാഹ് അങ്ങനെയുള്ള അപകടങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുക. അതുപോലെ ഈ ദീൻ യഥാർത്ഥ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതുപോലെ പരിശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ ബിദ്അത്തുകളിൽ നിന്ന്, അതിലേക്ക് നയിക്കുന്ന വഴികേടിൻ്റെ നേതാക്കളിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിലെ സാധുക്കളായ പൊതുജനങ്ങളെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على نبينا محمد.